ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ അച്ഛനെ വിളിച്ച് ഫോൺ എടുത്തില്ലായിരുന്നെങ്കിലേ നിനക്ക് അബിയെ വിളിച്ചൂടായിരുന്നില്ലേ? അമ്പലത്തിന്റെ അകത്താണെങ്കിലും അവനെടുക്കും. ചെറിയമ്മ കണ്ട വഴക്ക് പറഞ്ഞാലോന്ന് ഓർത്തിട്ടാ ഞാൻ. വസുമതിയെ പേടിച്ചിട്ട് എന്റെ മോൻ ഫോൺ കട്ട് ചെയ്യും. പക്ഷേ അബി അങ്ങനെ ചെയ്യും തോന്നില്ല. നീ ഒന്ന് വിളിച്ചു നോക്കുമോളെ, മരുന്നിന്റെ കാര്യല്ലേ. അയ്യോ മുത്തശ്ശി, ഈ ഫോണിന്ന് വിളിച്ചേ. ഹലോ ദുർഗേച്ചി. ഞാൻ മുത്തശ്ശി അബി. നീ തൊഴുതുറങ്ങിയോ? അതിന് ഞങ്ങൾ അമ്പലത്തിലൊന്നും പോയില്ല മുത്തശ്ശി. പിന്നെ നിങ്ങൾ എവിടെയാ പോയത്? ഞങ്ങളിവിടെ ടൗണിലൊരു ഹോട്ടലിലാ. അഷിത ചേച്ചിക്ക് ഒരു കല്യാണാലോചന, ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. റിസോർട്ടിന്റെ പേരെന്താ? ഹോട്ടൽ സാഗര. ശരി. അബി എന്താ പറഞ്ഞേ? നീ വാ. എന്താ മുത്തശ്ശി, എവിടേക്കാ? അതൊക്കെ പറയാം, വാ. നീ വാ മുത്തശ്ശി. വാ. കല്യാണമൊക്കെ ഈശ്വരൻ തീരുമാനിക്കുന്ന കാര്യമാണ്. ആരാരോട് ശരണെന്ന് ഭഗവാന് മാത്രമേ അറിയൂ. അത് ശരിയാണ്. അല്ലെങ്കിൽ പിന്നെ പൃഥ്വിയെ പോലൊരാൾക്ക് ഇതുപോലൊരു വിവാഹം തീരുമാനിക്കൂ? കോടീശ്വരന്മാരായ എത്രയോ പേരുടെ ആലോചനകൾ വന്നതാ. ചന്ദ്രമതി, പൃഥ്വിക്ക് ഏറ്റവും യോജിച്ച കല്യാണാലോചന തന്നെയാണിത്. സത്യത്തിൽ ഈ ആലോചന കൊണ്ടുവന്നതിന് പൂർണ്ണിമയോടാണ് നന്ദി പറയേണ്ടത്. സത്യത്തിൽ ഭാഗ്യം ചെയ്തത് അക്ഷിതയാ. അല്ലെങ്കിൽ ഇതുപോലൊരാലോചന എന്റെ മോൾക്ക് വരുമോ? ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ബന്ധമല്ലേ ഇത്. രണ്ടുപേരെ മനസ്സ് തുറന്ന് സംസാരിച്ചല്ലോ അല്ലേ? അതിനൊക്കെ ഇനി ധാരാളം സമയം കിടക്കുകയല്ലേ. അതെ അതെ. പൃഥ്വി, നീ എവിടെ പോവാ? ഞാൻ ഇപ്പൊ വരാം. എത്രയായി? 100 രൂപ. ആ, കൊടുക്കുമോളെ. വാ. അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ് വന്ന സ്ഥലം കണ്ടില്ലേ? കൊള്ളാം. മുത്തശ്ശി എന്താ പറ്റിയേ? നീ മിണ്ടാതെ വാ. കണ്ടില്ലേ? പ്രാർത്ഥിക്കാനാണെന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന സ്ഥലം കണ്ടില്ലേ? കാണ്. ആ, എല്ലാരും കൂടി ഭജന നടത്തുന്ന കണ്ടില്ലേ? ഞാനിപ്പോ ശരിയാക്കി തരാം. മുത്തശ്ശി മുത്തശ്ശി, വേണ്ട വേണ്ട, അങ്ങോട്ട് പോകണ്ട. വെറുതെ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് തിരിച്ചു പോവാം. നീ വിട്. വെറുതെ തിരിച്ചു പോകാനല്ല ഇങ്ങോട്ട് വന്നത്. നീ ഇവിടെ നിൽക്ക്, ഞാൻ എല്ലാരെയും കണ്ടിട്ട് വരാം. മുത്തശ്ശി. ഹലോ. ഫോൺ വിളിച്ചാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായല്ലേ? അല്ല സാർ, എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ജീവിതത്തിൽ എന്നും എപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്കായിരിക്കണം പ്രയോറിറ്റി. അല്ലെങ്കിൽ പിന്നെ ജീവിതമേ ഉണ്ടായില്ല. അത് മറക്കരുത്. ഇല്ല സാർ, എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല സാർ. നോ എക്സ്ക്യൂസസ്. അവിടെ കാര്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഇവിടെ എല്ലാം ഓക്കെയാണ് സാർ. ഞാൻ എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു ഡീലിനും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. ഇല്ല സാർ.